ഇതൊരു ഈസി ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. ആദ്യം തന്നെ ചിക്കനിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് തൈരും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ചിക്കൻ നല്ലോണം കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളി അരച്ചത്, ചെറിയുള്ളി തന്നെ വേണം കേട്ടോ, ചെറിയുള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളി അരച്ചതും അതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതും നല്ലോണം വാട്ടുക. അതൊന്ന് ഡ്രൈ ആയി വരുമ്പം അതിലേക്ക് ഈ ഇലങ്ങൾ കണ്ടുകൊണ്ട്, ഇത് നെയ്ച്ചോറിൻ്റെ ഇലയാണ്. ഈ ഇലയും കഴുകിയിട്ട് ഒരു 4 പീസാക്കി മുറിച്ചിട്ട് ഇതും അതിലേക്ക് ഇടുക കേട്ടോ. ഇതിടുമ്പോൾ നല്ല സ്മെല്ലാണ്. പിന്നെ അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞ സവാള ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളക് അരിയൊന്നും വേണ്ട, അങ്ങനെ ഇട്ടാൽ മതി. ഒരു 4 പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം വാട്ടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിടുന്ന കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ലോണം വാട്ടി അതൊന്ന് ഉടച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി ഇടുക. കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് ഇതേപോലെ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ വാട്ടി വെച്ചതൊക്കെ അതിലേക്ക് ഇടാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചെറുതാക്കി അരിഞ്ഞത് അതിലിടാം. എന്നിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കുക. ഗരം മസാലയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ലെമൺ ജ്യൂസ് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂണ് തൈരും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചില്ലേ, ആ ചിക്കൻ ഫുള്ളായിട്ട് ഇതിൽ ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വെച്ച് ചിക്കൻ വേവിക്കാം. എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി അതിലേക്ക് ഇടാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കേട്ടോ, അങ്ങനെയാണ് ഒഴിച്ചത്. കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതും അതിൽ ചേർക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒന്ന് നല്ലോണം അമർത്തി മൂടി വെച്ചാൽ ഫുള്ള് വെള്ളം വറ്റി കിട്ടും. എന്നിട്ട് അതിലേക്ക് നല്ലോണം കുറച്ചിങ്ങനെ അമർത്തി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് ഒരു 2 സ്പൂൺ നെയ്യും ഇട്ടിട്ട് മൂടിയിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വെച്ചിട്ട് ദമ്മിടുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ബിരിയാണി ആയി. കുറച്ച് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.